ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റ്സ് പുഡിംഗ് റെസിപ്പീസ് എല്ലാം ആണ്. ഇപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പാർട്ടിയെല്ലാം ഉണ്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിംഗ് എല്ലാം ആണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ബ്രെഡ് മലായി പുഡിംഗാണ്. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പം മലായി ബ്രെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. പാൽപ്പൊടിയും പഞ്ചസാരയും ഒരേ അളവിൽ തന്നെ എടുക്കുക. പിന്നെ 1/2 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, അത് കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊക്കെ ഫ്ലെയിം അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പം അടുപ്പിലേക്ക് വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കോൺഫ്ലോറിൽ ചേർത്തുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, പക്ഷേ ഇതിൽ ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്രീം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു 4 ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞെടുക്കലാണ്. പുഡിങ് സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പം ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞെടുക്കൽ നല്ലതാണ് കേട്ടോ. കാരണം ആ ഒരു ഭാഗം കുറച്ച് ഹാർഡായിരിക്കും. പിന്നെ അങ്ങനെ മധുരം ഇതൊന്നും അതിൽ പിടിക്കില്ല, ചെറിയൊരു കയ്പ്പ് ടേസ്റ്റിലും ഉണ്ടാവും. അപ്പം ഇത് കളഞ്ഞിട്ടാണ് എന്തായാലും പുഡിങ്ങെല്ലാം ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞെടുക്കലാണ്. പിന്നെ അതിനുശേഷം ഈ ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ക്രീം മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ പീസ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാലിൻ്റെ ഒരു മിക്സും കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് പകരം വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറില്ലേ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ചിലപ്പം അടിയിലൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ചേർക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് ഒരുപാട് എന്താ പറയുക കുറുക്കി ഭയങ്കര തിക്കാക്കിയിട്ടൊന്നും എടുക്കണ്ട, ചെറിയൊരു ലൂസിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിമിൽ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം പിസ്തയോ കാഷ്യോ എന്തും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പം തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡില്ലേ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഈ ഒരു പാലിൻ്റെ മിക്സ് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. മേലെ കൂടിയായിട്ട് ഇങ്ങനെ ഒഴിക്കുക കേട്ടോ. കാരണം ഈ പാല് നല്ലോണം ഒന്ന് സോക്കായിട്ട് കിട്ടണം. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്ന കേട്ടോ. എന്ത് നട്ട്സ് നമ്മളതിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. വലിയൊരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ തന്നെ ആക്കിയാൽ മതി. പിന്നെ അതിന് ശേഷം ഇത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നല്ലോണം ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് കഴിക്കുമ്പോൾ ആണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാം എന്തായാലും ഉണ്ടാക്കി നോക്കി ഇഷ്ടമാവും. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. പാലൊന്ന് ചൂടായി വന്നാൽ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം 1/2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തെടുത്താണ് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കസ്റ്റാർഡെല്ലാം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ കസ്റ്റാർഡെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ പാലാണ്. ഇതെല്ലാം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ പുഡിങ് സെറ്റാക്കാനുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ 4 സൈഡും കളഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഒരു ലെയർ മൊത്തത്തിലൊന്ന് ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ബ്രെഡിൻ്റെ മേലെ കസ്റ്റാർഡ് മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ ലെയറിൽ ഉണ്ടാക്കിയതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആയി കൊടുക്കുക. പിന്നെ ഫ്രഷ് ക്രീമിൻ്റെ മിക്സില്ലേ, അതും ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2 ലെയർ ആക്കുമ്പം എന്തായാലും പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ ഇടുന്നത് ഇതിപ്പം സ്ലൈസ് ചെയ്ത ആൽമണ്ടാണ്. എന്തും ഇട്ട് കൊടുക്കുക കേട്ടോ. പിസ്തയോ കാഷ്യോ എന്താണോ കയ്യിലുള്ളത് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടോ എങ്ങനെയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും സെയിം ലെയർ റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡ് വെച്ച് കൊടുക്കുക. ബ്രെഡ് മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അത് മുഴുവനായിട്ട് ആക്കിയതിന് ശേഷം പിന്നെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിപ്പം നേരത്തെ ചെയ്ത ആൽമണ്ടിൻ്റെ സ്ലൈസ് ഇല്ലേ, അത് തന്നെ മൊത്തത്തിലൊന്ന് മേലെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ പുഡിങ്ങെല്ലാം റെഡിയായ ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. അതിന് ശേഷം അതൊക്കെ തണുത്തതിന് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇത് ബ്രെഡിലും വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. അതിൻ്റെ കൂടെ ഒരു ആൽമണ്ടൊക്കെ കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് കാരമൽ ബ്രെഡ് പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൊത്തത്തിലൊന്ന് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഇത് ഈ ഒരു പുഡിങ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കടല മിഠായിയല്ലോ ഇല്ലേ, അത് വെച്ചിട്ടായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാഷ്യൂ ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ മേലെ ഫോയിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. അതൊന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇത് നല്ല ഈസി ആയിട്ട് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഒരു ബാഗിലിട്ട് കൊടുത്തിട്ട്, ഈ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കലാണ്. അടുത്തത് ഒരു പാനിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. ഷുഗർ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട, ഇതൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഈ ഒരു ഷുഗർ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമില്ലേ, അത് തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിന് പകരം ഇപ്പോൾ ഫ്രഷ് ക്രീമോ എന്തും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കാരമൽ പുഡിങ്ങിൻ്റെ സോസാണിത്. അപ്പോൾ ഇത് മാറ്റി വെക്കുക. പിന്നെ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഈ ഒരു സോസിലെ കാരമൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീമിൽ ബീറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. മാക്ടോപ്പിൻ്റെ ആ ഒരു ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ പുഡിങ്ങിൻ്റെ ട്രേയിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡ് കളഞ്ഞെടുത്തൊരു ബ്രെഡാണ്. അത് ഈ ഒരു കാരമൽ സോസിലെ അതിലേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു സോസ് ഒരുപാട് ചൂടൊക്കെ പോയി തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടൂല കേട്ടോ, ഇത് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഇളം ചൂടിൽ തന്നെ ചെയ്തെടുക്കുക. എല്ലാ ബ്രെഡും ഇങ്ങനെ സൈഡ് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കവർ ചെയ്തിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിൽ വെച്ച് കൊടുക്കുക.
അപ്പോൾ ഇതാ ഈ ഒരു ബ്രെഡിൻ്റെ മേലെയായിട്ട് ഈ ഒരു കാരമൽ സോസ് മിക്സ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഈ ഒരു കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കടല മിഠായിയല്ലോ ഇല്ലേ, അത് പൊടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ എന്തെങ്കിലും നട്ട്സ് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇങ്ങനെ കാരമലൈസ് ചെയ്ത കാഷ്യൂ ഒക്കെ ചേർക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഒരു കാരമൽ ബ്രെഡ് പുഡിങ്ങിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡ് വീണ്ടും ഈ ഒരു കാരമൽ സോസിലേക്ക് ഡിപ്പ് ചെയ്യുക, മൊത്തത്തിൽ കവർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ട്രയൽ വെച്ചെടുക്കുക. എന്നിട്ട് പിന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഈ ഒരു ക്രീം വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് കാരമൽ സോസ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്തെടുത്തതാണ്. കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് കുറച്ച് മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈനിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നേരത്തെ പൊടിച്ചെടുത്ത കാഷ്യൂ ഇല്ലേ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ സൈഡിലൊക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുഡിങ്ങെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കോട്ടെ. എല്ലാ പുഡിങ്ങായാലും അതെ. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്, ഒരു 3-4 മണിക്കൂറിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കാരമൽ സോസൊക്കെ വരുമ്പം ഈ ഒരു നട്ട്സൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയാണ്, ഈസിയാണ്. ട്രൈ ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ അതും എടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ പുഡിങ് ഉണ്ടാക്കാനുള്ള സെറ്റാക്കാനുള്ള പാത്രമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതും ബ്രെഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പാലിൻ്റെ മിക്സില്ലേ, അതിൽ ബ്രെഡ് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഈ പാലൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ കൈവച്ചിട്ടൊന്ന് അമർത്തി കാലിന് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ തന്നെ വീണ്ടും ഈ ഒരു ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് തന്നെ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ബ്രെഡ് വെച്ചിട്ട് ഈ ഒരു ലെയർ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നോർമൽ ക്രീം മാത്രമേ ചേർക്കുന്നില്ല, ഇതിലൊന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ബീറ്റ് ചെയ്തത് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പക്ഷെ ഞാനത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി, തിരക്കിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് വിട്ടുപോയതാണ്. അപ്പം അങ്ങനെ കഴിക്കാനും കടിക്കാനെല്ലാം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഈ ഒരു ലെയറിൻ്റെ മേലെ കുറച്ച് നട്ട്സെല്ലാം വെച്ച് കൊടുക്കുക. ഇനിയിപ്പം വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡും ഒന്ന് പാലിൽ മുക്കിയിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ ട്രസ്ലെച്ചസ് കേക്കില്ലേ, ആ ഒരു ഡിസൈനിൽ മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കലാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റാക്കാം കേട്ടോ. ഇതും ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് ഞാൻ പിസ്ത വെച്ചിട്ട് തന്നെയാണ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അതും വെച്ചെടുക്കാം കേട്ടോ, കാണാൻ കുറച്ച് ഭംഗിയെല്ലാം ഉണ്ടാവും. പിന്നെ ഇതും അതെ ഫ്രിഡ്ജിലെല്ലാം വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ, ഒരു പണിയും ഇല്ല, അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പുഡിങ്ങാണ്. എന്താ പറയുക, നമുക്ക് അടുപ്പ് പോലും യൂസ് ചെയ്യാണ്ട് തീ പോലും കത്തിക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് അടുത്ത പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി
ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോഫിയില്ലേ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ വേറൊരു ബൗളിലേക്ക് വീണ്ടും കുറച്ച് കോഫി ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. കുറച്ച് കോഫി പൗഡറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു പുഡിങ്ങിൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതാ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ബിസ്ക്കറ്റ് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏത് ബിസ്ക്കറ്റും എടുക്കുക. ഈ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഞാൻ കോഫിൻ്റെ ഫ്ലേവർ വരുന്ന ഒരു ബിസ്ക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ബിസ്ക്കറ്റും ചൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കോഫി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പുഡിങ്ങിൻ്റെ ട്രേയിൽ ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ബിസ്ക്കറ്റ് മൊത്തം വെച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു കോഫീൻ്റെ ബിസ്ക്കറ്റില്ലേ, ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ബിസ്ക്കറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കോഫിയിലൊന്നും മിക്സ് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇത് ബിസ്ക്കറ്റിൽ വെച്ചിട്ട് ഒരു ലെയർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്രീമിൻ്റെ മിക്സില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര ലെയറാണോ കിട്ടുന്നത്, നമുക്ക് എത്രയാണോ വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് ക്രീമെല്ലാം കുറച്ചും കൂടി വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഈ ഒരു കോഫീൻ്റെ ഫ്ലേവറെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതാ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാനിപ്പോൾ കോഫീൻ്റെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പുഡിങ്ങെല്ലാം റെഡിയായതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഫീൻ്റെ ഫ്ലേവറെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് മതി കേട്ടോ, അത്ര ഈസിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാം എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇന്നുണ്ടാക്കിയ എല്ലാ പുഡിങ്ങും അങ്ങനെ തന്നെ ഭയങ്കര ഈസിയാണ്. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കുന്നത് ബട്ടർ പുഡിങ്ങാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഇതൊരു 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്ന് കുതിർത്ത് വെക്കാം. പിന്നെ ഇതാ പുഡിങ് ആക്കാൻ തുടങ്ങാം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ചൈന ഗ്രാസും കൂടി മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇതാ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഈ ഒരു ടിന്ന് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 150 ഗ്രാം ബട്ടറാണ്. 2 കപ്പ് പാലാണെങ്കിൽ 100 ഗ്രാം മതി കേട്ടോ. ഇതിപ്പം 1.5 കപ്പ് പാലായതുകൊണ്ട് 150 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഇല്ലേ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സൈഡൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ഇതാ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അത് 1 സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ച ചൈന ഗ്രാസിലെ, അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ബട്ടർ പുഡിംഗ് റെഡിയായി.
അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് സാലഡാണ്. കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കസ്കസ് റെഡിയാക്കലാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കസ്കസിലേക്ക് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതാ ഒരു ബൗളിലേക്ക് 3.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഇതിന് വേണ്ടിയിട്ട് 4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറില്ലേ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. പിന്നെ ചേർക്കുന്നത് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കാണ്. ഈ ഒരു ടിന്ന് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. എനിക്ക് കാര്യമായിട്ട് പണിയൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ ആറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പം മുന്തിരി, ആപ്പിള്, അനാറ്, മാങ്ങ ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ കസ്കസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ്. ഉണ്ടാക്കുന്നത് രസമലായിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുക. ഈ ഒരു ടിന്നിൻ്റെ പകുതിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ ഒരുപാട് മധുരം ആദ്യം തന്നെ ചേർക്കണ്ട. നമ്മൾ രസഗുളേൻ്റെ ആ ഒരു ഷുഗർ സിറപ്പില്ലേ, അപ്പോൾ അതും കൂടി ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് പാലിലൊന്ന് മിക്സ് ആക്കി എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അന്നേരമാണ് ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ക്രീമാണ്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ലോണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിന്ന് ഈ ഒരു രസഗുള റെഡിമെയ്ഡായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ ഹൽദ്രാമിൻ്റെ രസഗുള തന്നെയാണ് വാങ്ങിക്കൽ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു സിറപ്പിൽ നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിറപ്പും കുറച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് സാഫ്രോണും നട്ട്സ്, ഇതിപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്ത പിസ്തയില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് കർമൽ കസ്റ്റർഡാണ്. ഈ ഒരു കാരമൽ പുഡിങ്. ഇതിപ്പോൾ വാങ്ങിക്കുന്നതാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കർമൽ കസ്റ്റർഡിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 2 എണ്ണം ഉണ്ടാവും. ഒന്ന് ഇതിൻ്റെ പൗഡറും ഒന്ന് എന്താ പറയുക ഒരു കാരമലും. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ് ഉണ്ടായാൽ. അപ്പോൾ ഇത് ഉണ്ടാക്കലാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് പാൽ ഒഴിച്ച കപ്പായതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ആയത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു പാക്കറ്റിലുണ്ടായ പൗഡർ മിക്സില്ലേ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കുറച്ച് പാലിൽ മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് 2 കപ്പ് പാലെടുക്കുന്നുണ്ടെങ്കിൽ ഈ പാൽപ്പൊടിയുടെ ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ കുറേ കാലത്തിന് ശേഷം ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് കറക്റ്റ് ചെയ്യുന്നു കേട്ടോ. മധുരവും കറക്റ്റാണ്, അതിൻ്റെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ചിട്ട് വന്നാൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഈ ഒരു പാക്കറ്റിൻ്റെ അകത്ത് കിട്ടിയ ആ ഒരു കാരമലില്ല, അപ്പം നമ്മൾ ഏത് ബൗളിലേക്കാണോ ഇത് ഒഴിക്കുന്നത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ഇതിൻ്റെ മേലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തത്. ആ ചൂടോടെയല്ല, ഒരു കുറച്ചൊന്ന് ചൂട് പോയിട്ട് അങ്ങനെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമൽ കസ്റ്റാർഡില്ലേ, ഒരു കാരമൽ പുഡിങ്, അതൊരു 2 മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റ് ആയിന് കേട്ടോ. അപ്പോൾ അത് കഴിക്കലാണ്. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്, മധുരം എല്ലാം കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് മക്രോണി വെച്ചിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ടാണ് കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മക്രോണി വേവിച്ചെടുത്തിട്ടുണ്ട്. മക്രോണി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നെസ്ലൻ്റെ ഈ ഒരു ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും, പിന്നെ വേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കിട്ടുന്ന ഈ ഒരു ഫ്രൂട്ട്സിലെ ടിന്നിലൊക്കെ കിട്ടുന്ന, അപ്പം അങ്ങനെ ഒരു ഫ്രൂട്ട് ടിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാദ്യം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൻ്റെ മധുരത്തിന് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഒരു നെസ്ലിൻ്റെ ക്രീമാണ്. ഇതിപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് പറയാണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തരും മധുരം വ്യത്യസ്തമായിരിക്കുമല്ലോ, അപ്പം അത് നമ്മൾ നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ക്രീമും നമുക്ക് എത്രത്തോളം ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്കിതിൻ്റെ അളവും കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രൂട്ടാണ്. ആ ഒരു ടിന്നിലുള്ള ഷുഗർ സിറപ്പിലും കളഞ്ഞെടുത്തിട്ട് ഫ്രൂട്ട്സ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ സ്വീറ്റ് മക്രോണി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ റെസിപ്പീസും ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതൊന്നും ഇതുവരെ ട്രൈ ചെയ്യാത്തവരെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.